വിഷ്ണു, ഇന്നലെയും കേന്ദ്ര സർക്കാർ പല സംസ്ഥാനങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഗുജറാത്തിന് താരതമ്യേന ചെറിയ തോതിൽ പ്രളയമുണ്ടായ ഗുജറാത്തിന് 600 കോടി, ത്രിപുരയ്ക്ക് ഒപ്പം തന്നെ മണിപ്പൂരിനൊക്കെ സഹായം പ്രഖ്യാപിക്കുന്നത് കണ്ടു. പക്ഷേ ഇത്രയും വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് നടന്നിട്ട് 80 ദിവസത്തോളം കടന്നുപോയിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം ഒരു പൈസ പോലും നൽകാൻ കേന്ദ്ര സർക്കാരിന് തോന്നുന്നില്ല. വീണ്ടും വീണ്ടും അവഗണിക്കുകയാണോ? ഈ പണം തരാതിരിക്കുന്നതിന് അല്ലെങ്കിൽ നൽകുന്നതിന് എന്ത് വിശദീകരണമാണ് അവർ പറയുന്നത്? മനു, കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് പ്രളയസഹായം പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ച് 3 സംസ്ഥാനങ്ങൾക്കുള്ള പ്രളയസഹായമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടിയുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ അടുത്ത സമീപകാലത്ത് രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തം കേരളത്തിലെ ചൂരൽമലയിലാണ് നടന്നത്. എന്നിട്ടും കേരളത്തിന് ഈ പ്രളയ സഹായത്തിന് ഒന്നും തന്നെ നൽകിയിട്ടില്ല, കേന്ദ്ര സർക്കാരിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഇത്തരത്തിൽ പ്രളയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇൻ്റർ മിനിസ്റ്റീരിയൽ ടീമിനെ, സെൻട്രൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഇവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സഹായ തുക പരിഗണിക്കുക എന്നൊരു കാര്യം കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ അടിയന്തരമായി തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. ഇത്തവണത്തെ ബജറ്റിൽ പോലും ആന്ധ്രാപ്രദേശിനും ബീഹാറിനുമൊക്കെ ഇത്തരത്തിൽ പല തലത്തിൽ പൈസ അനുവദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും കേരളത്തെ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. അതോടൊപ്പം തന്നെ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് എത്തുകയും ഈ ചൂരൽമലയിൽ സന്ദർശനം നടത്തി അവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തതാണ്. ഇതിന് പുറമെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ടുകൾ നൽകിയിട്ടുമുണ്ട്. ഈ റിപ്പോർട്ടുകൾ നൽകിയിട്ട് പോലും സംസ്ഥാനത്തെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ത്രിപുരയ്ക്ക് 25 കോടിയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചിരിക്കുന്നത്. ഈ 25 കോടിക്ക് മുന്നേ കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ ത്രിപുരയിൽ പ്രളയമുണ്ടായ ആ സമയത്ത് 40 കോടിയുടെ അടിയന്തര സഹായം പ്രഖ്യാപിക്കാനും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരുന്നത്. അപ്പോൾ ആകെ 65 കോടിയോളം രൂപയാണ് ത്രിപുരയ്ക്ക് പ്രളയ സഹായമായി നൽകിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിന് ഇപ്പോഴും 1 രൂപ പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. മനു, അതൊരു വലിയ സങ്കടമാണ് വിഷ്ണു. കാരണം മെമ്മോറാണ്ടം അടക്കം കൊടുത്തിട്ടും ഒരു പൈസ പോലും നമുക്ക് നൽകാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ദുരന്തമുഖത്തൊക്കെ എന്ത് രാഷ്ട്രീയമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുകയാണ്. ശരി വിഷ്ണു, ഞാൻ വിഷ്ണുവിലേക്ക് തിരികെ വരാം.